അപ്പം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ടോട്ടൽ മനുഷ്യന്റെ സ്വഭാവത്തെ അത് ബാധിച്ചു എന്ന് പറഞ്ഞു നിർത്താനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അവസാനത്തെ രണ്ട് ചിന്തകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാ പറഞ്ഞത്: മനുഷ്യന് വഴക്കമില്ലായ്മ, അവൻ ഫ്ലെക്സിബിൾ അല്ലാതായി മാറി. ആർക്കും ആരെയും ഒന്ന് മോൾഡ് ചെയ്യാൻ പറ്റാത്ത പോലെയുള്ള സ്വഭാവത്തിലേക്ക് മനുഷ്യൻ മാറി. വഴക്കമില്ലായ്മ ആണ് അതിന് പറയുന്ന നോൺ ഫ്ലെക്സിബിലിറ്റി. ഒരാളെ അഡ്വൈസ് ചെയ്യാൻ പറ്റുകയില്ല, തിരിച്ചു ചോദിക്കും നീ ആരാന്ന്. അങ്ങനെ ഒരു തരം വഴക്കമില്ലായ്മയിലേക്ക് മനുഷ്യൻ മാറി. മക്കൾ അപ്പന്മാരുടെ അമ്മമാരുടെ മുമ്പിൽ ആ ഒരു വഴക്കമില്ലാതായി മാറി. ഗുരുക്കന്മാരുടെ മുമ്പിൽ ആ ഒരു വഴക്കമില്ലായ്മയായി മാറി. ദൈവത്തിന്റെ മുമ്പില് ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ മനുഷ്യന് പറ്റിയില്ല. ഇത് മനുഷ്യന്റെ പാപത്തിന്റെ വലിയൊരു പ്രശ്നമാണ്. ഒടുവിലത്തെ പ്രശ്നം ഞാൻ പറഞ്ഞു, മത്സരമാണ്. ദൈവത്തോട് മത്സരിക്കുക. കേൾക്കുന്നോ? യൂണിവേഴ്സൽ സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തോടും ദൈവശബ്ദത്തോടുമുള്ള മത്സരം. ദൈവത്തോട് മത്സരിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വാക്യം 32 വരുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 1:32 വരുമ്പോ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ട്, നിറഞ്ഞവർ. നിറഞ്ഞവർ, തിന്മ കൊണ്ട് നിറഞ്ഞവരായി മനുഷ്യൻ മാറി എന്ന് അവിടുത്തെ കാര്യം. കണ്ടോ? തിങ്ങിയവർ എന്ന വാക്ക് കിടപ്പുണ്ട്, നിറഞ്ഞവർ എന്ന് പറയുന്നു. ഫുള്ളാണ് അവര്. എന്തിന്റെ ഫുള്ളായി? ദോഷങ്ങൾ കൊണ്ടും മത്സരം കൊണ്ടും അവര് നിറഞ്ഞവരായി മാറി. നന്മ ഒട്ടുമില്ലാത്തവരായി മാറിയെന്ന്, നന്മയുടെ വെളിച്ചമില്ലാത്തവരായി മാറി, നിറഞ്ഞവരായി അവർ മാറി. അപ്പം ശ്രദ്ധിച്ചു കേൾക്കണേ, ദൈവവുമായുള്ള ബന്ധം അകന്നതോടുകൂടെ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ മനുഷ്യരിൽ ഇല്ലാതായി. ദൈവവുമായി അകന്നതോടുകൂടെ വെളിച്ചം മനുഷ്യന്റെ ഉള്ളിൽ ഇല്ലാതായി. എല്ലാ ദോഷം കൊണ്ടും നിറഞ്ഞവരും അല്ലെ തിങ്ങിയവരുമായി മാറി. വേറൊന്നിനും അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു മുറി നിറച്ചാൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആ മുറിയിലോട്ടോ വേറെ ആർക്കും കയറാൻ പറ്റാത്ത പോലെ പാപം കൊണ്ടും തിന്മ കൊണ്ടും മനുഷ്യൻ നിറഞ്ഞവനായി കഴിഞ്ഞപ്പോഴത്തേനെ അവിടെ ദൈവത്തിനോ ദൈവത്തിന്റെ വചനത്തിനോ സത്യത്തിനോ നീതിക്കോ ഒന്നും പ്രവേശനമില്ലാത്തവരായി മാറി. കേൾക്കുന്നോ? അപ്പൊ ടോട്ടലി ഒന്നാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ഈ വീഴ്ച കൊണ്ട് മുഴുവൻ മനുഷ്യൻ നിറഞ്ഞു. ഏതാണ് വീഴ്ച? ഒന്നുകൂടെ ആവർത്തിക്കുന്നു: ഹൃദയത്തിലെ ഇരുട്ട്, ചിന്തകളിലെ വ്യർത്ഥത, ആരാധനകളിലെ വീഴ്ച, ധാർമ്മികമായ അപജയം, ഹോമോസെക്സ്വാലിറ്റി, സ്വവർഗ ലൈംഗികത. 6 വഴക്കമില്ലാത്തവ, നോൺ ഫ്ലെക്സിബിലിറ്റി. 7 അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണ് സ്വഭാവത്തിൽ വന്ന മാറ്റം. തിന്മ നിറഞ്ഞവരായി അവർ മാറി. ഞാൻ അങ്ങനെ 1-ാം അധ്യായം അവസാനിപ്പിച്ച് 2-ാം അധ്യായത്തിലേക്ക് വരിക, ചാപ്റ്റർ 2 വരിക. ഒന്നാമത്തെ പാപത്തിന്റെ കാര്യം എന്ന് പറയുന്നത് യൂണിവേഴ്സലി ദൈവം വെളിപ്പെടുത്തിയിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ചിത്രമാണ്. പക്ഷെ 2-ാം അധ്യായം കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമാണ്. 2-ാം അധ്യായത്തിലെ ആൾക്കാർക്ക് തെറ്റിനെ തെറ്റായി അറിയാം, അറിവ് റൈറ്റാണ്, പക്ഷെ സ്വഭാവം തെറ്റാണ്. കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ കുറെ പേരോട് പറയുക, അവര് ചെയ്യരുത്, അങ്ങനെ യാതൊരു കാര്യത്തിൽ ഇടപെടരുത്. അവർക്ക് ശരിയായ ഒരു ബോധ്യം ഉണ്ടെങ്കിലും റൈറ്റ് ലിവിങ് അവർക്കില്ല. എന്നോട് ഒരു കാര്യം പറയാം, റൈറ്റ് ഡോക്ട്രിൻ ഈസ് ഫോർ റൈറ്റ് ലിവിങ്. ശരിയായ ഉപദേശം ശരിയായ ജീവിതത്തിന്. എന്തിനാ നമ്മൾ ദൈവവചനം പഠിക്കുന്നത്? ഉത്തരം: ടു അണ്ടർസ്റ്റാൻഡ് ദ റൈറ്റ് ഡോക്ട്രിൻ. റൈറ്റ് ഡോക്ട്രിൻ നമ്മൾ പഠിക്കുന്ന റൈറ്റ് ലിവിങ്ങിന് വേണ്ടിയാണ്. എന്തിനാ നമ്മൾ റൈറ്റ് ഡോക്ട്രിൻ പഠിക്കുന്നത്? തോന്നുപോലെ ജീവിക്കാനല്ല, റൈറ്റ് ഡോക്ട്രിൻ ഫോർ റൈറ്റ് ലിവിങ്.
അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് തെറ്റിനെ തെറ്റായി അറിയാം. പക്ഷെ പ്രശ്നം പ്രാക്ടിക്കലി ഫെയിലിയർ. അവരുടെ ജീവിതത്തിൽ ഒരു പരാജയമായിരുന്നു എന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക്, ഒന്നാമത്തെ യൂണിവേഴ്സൽ സിൻ, സെക്കൻഡ് എന്ന് പറയുന്നത് റോങ് മൊറാലിറ്റി, തെറ്റായ ധാർമ്മികത. ഓക്കെ, they claim that we have morality, they claim that we know everything, ഞങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് അവരുടെ ജീവിതത്തിലെ നന്മയിലേക്ക് അവരെ കൊണ്ടുപോയില്ലെന്നുള്ളതാണ്. നമുക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 1 and 2 ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ വിശദീകരിച്ചോളാം. വായിക്കണേ. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. നമുക്ക് ആ വാക്കിനെ ഒന്ന് വിശദീകരിക്കാം. ഇവർക്ക് കിട്ടിയ ഒരു സെൽഫ് അവയർനെസ് വെച്ച്, ഇവർക്ക് കിട്ടിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് തെറ്റിനെ മറ്റുള്ളവരുടെ തെറ്റിനെ ഇവർ ജഡ്ജ് ചെയ്യാൻ ഭയങ്കര മിടുക്കരാണ്. പക്ഷെ പ്രശ്നം, മറ്റുള്ളവരുടെ തെറ്റിനെ ജഡ്ജ് ചെയ്ത ശേഷം അതേ തെറ്റ് തന്നെ ഇവരും ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് ഈസി ടു ജഡ്ജ് അതേഴ്സ്. മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇറ്റ് ഈസ് ടഫ് ടു ലിവ്. ജീവിക്കാനാ ബുദ്ധിമുട്ട്. മറ്റൊരാളുടെ തെറ്റിനെ കാണാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ തെറ്റുകളെ അറിഞ്ഞ് ജീവിക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേൾക്കുന്നു? ബൈബിൾ ഒരു മിറർ ആണെങ്കിൽ ആ മിററിന്റെ മുമ്പിൽ ആദ്യം കാണേണ്ടത് നമ്മുടെയാണ്. ഞങ്ങളോടൊരു കാര്യം ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഡേഞ്ചേഴ്സ് ഓഫ് ജഡ്ജ്മെന്റ്സ് എന്ന ആ വാക്ക് നമുക്കൊന്ന് പരിശോധിക്കാൻ ഇടവരട്ടെ. ഡേഞ്ചേഴ്സ് ഓഫ് ജഡ്ജ്മെന്റ്സ്. നമ്മള് മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു പ്രശ്നം എല്ലാവരും നമ്മളിലുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ മറ്റൊരാൾ റൈറ്റ് അല്ലെന്ന് പറയാൻ എന്താ കാര്യം? നമ്മൾ ഒരാളെ കുറിച്ച് കേട്ടു, പാസ്റ്റർ ബ്ലസൻ വർഗീസിനെ കുറിച്ച് ഞാൻ കേട്ടു. എന്നോട് ആ ബ്ലസൻ വർഗീസിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് ബ്രദർ സ്റ്റാൻലി ആണെന്നിരിക്കട്ടെ. I don't have any personal contact with Pastor Blessed Varghese. Somebody told me about that he is not right. അദ്ദേഹം ശരിയല്ല. എനിക്ക് ബന്ധമില്ലാത്ത ഒരാളെ കുറിച്ച് എന്നോട് പറയുന്ന ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ കെവിനോട് പറയും, ബ്രദർ കെവിൻ, യുവർ പാസ്റ്റർ ഈസ് നോട്ട് റൈറ്റ്. എനിക്കറിയില്ല, ആരോ തന്ന ഇൻഫോർമേഷൻ ഞാൻ അതുപോലെ സ്വീകരിച്ചു. എന്നിട്ട് മറ്റുള്ളവർ പറയുകയാണ് അവര് ശരിയല്ല. എപ്പോഴും ഓർത്തോണം, നമുക്ക് ബോധ്യമല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ കമന്റ് പറയാതിരിക്കണം. മറ്റൊരാളെ നമുക്ക് അറിയാത്തിടത്തോളം കാലം നമുക്ക് ഒരാളുടെ തെറ്റിനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ മലയാളത്തിൽ 2-3 സ്റ്റേറ്റ്മെന്റ് പറയാം. കപടഭക്തി, സ്വയം വഞ്ചിക്കുന്നു. ഈ കപടഭക്തി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് കാണിക്കുക. കപടഭക്തി, സ്വയം വഞ്ചിക്കുന്നു. 2, കപടഭക്തി അവിശ്വാസികളെ നശിപ്പിക്കുന്നു. 3, കപടഭക്തി ദൈവത്തെ അപമാനിക്കുന്നു. ഒന്നുകൂടെ പറയാം, കപടഭക്തി സ്വയം വഞ്ചിക്കുക. കപടഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് കാണിക്കുകയാണ് കപടഭക്തി. ഈ കപടഭക്തി കൊണ്ട് സ്വയം വഞ്ചിക്കുക ചെയ്യുന്നത്. ഡിസീവ് ദംസെൽഫ്, അവരെ തന്നെ വഞ്ചിക്കുക. 2, അവിശ്വാസികളെ നശിപ്പിക്കുന്നു. ഡിസ്ട്രോയിങ് അൺബിലീവേഴ്സ്. എന്റെ കപടഭക്തി കൊണ്ട് ഞാൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെ വഞ്ചിക്കുന്നു, മറ്റുള്ളവരെ നശിപ്പിക്കുന്നു. ആൻഡ് തേർഡ് വൺ, ഇൻസൾട്ടിങ് ഗാഡ്, ദൈവത്തെ അപമാനിക്കുന്നു.
നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഇറ്റ് ഈസ് ഈസി ടു ജഡ്ജ് അതേഴ്സ്, പക്ഷെ അതിന്റെ ഡേഞ്ചേഴ്സ് തിരിച്ചറിയാതെ പോകരുത്. ഒന്ന്, വാട്ട് ഈസ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ജഡ്ജ്മെന്റ്? മറ്റുള്ളവരെ വിധിക്കുന്നതിൽ, മറ്റുള്ളവരെ നമ്മൾ അളക്കുന്നതിന്റെ പ്രശ്നം എന്താ? മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 2. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 2. നമ്മൾ വിധിക്കുന്ന അതേ വിധി വെച്ച് നമ്മളെ ദൈവം വിധിക്കും. ഡേഞ്ചേഴ്സ് അല്ല, ജഡ്ജ്മെന്റിന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് പ്രശ്നം എന്നാ? നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്ന അതേ വിധി വെച്ച ദൈവം നമ്മളെയും ജഡ്ജ് ചെയ്യുന്നത്. എപ്പോഴും ഓർത്തോണേ, ഓൾവേസ് ഈസി ടു ജഡ്ജ് അതേഴ്സ്, ബട്ട് ദ ഡേഞ്ചറസ് സ്റ്റേറ്റ് ഓഫ് ജഡ്ജ്മെന്റ്, എന്താണോ നമ്മൾ മറ്റുള്ള ജഡ്ജ് ചെയ്യുന്നത് അതേ നിലവെച്ച് ദൈവം നമ്മളെയും ജഡ്ജ് ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ഞാനൊരു റെഡ് ഷർട്ട് ഇട്ട് ഞാൻ ചർച്ചിൽ വരിക. അപ്പൊ ഞാൻ പറയുകയാണ്, അദ്ദേഹം ആരാധനയ്ക്ക് റെഡ് ഷർട്ട് ഇട്ട് വന്ന് തെറ്റായിപ്പോയി. ഞാൻ ജഡ്ജ് ചെയ്തു. കേൾക്കുന്നോ? ഓൾറെഡി ദൈവം അത് നോട്ട് ചെയ്തു. അക്കോർഡിംഗ് ടു പാസ്റ്റർ ജോയി അബ്രഹാം, if a person wears a red shirt, that is a sin, that is a wrong. ഇനി എന്നെങ്കിലും ഞാൻ അതിടുമ്പോഴും ഞാൻ ഒരിക്കൽ പുറപ്പെടുവിച്ച ജഡ്ജ്മെന്റ് ദൈവമുമ്പാകെ ഇരിക്കുക. കേൾക്കുന്നുണ്ടോ? പ്രശ്നം മനസ്സിലായോ? നമ്മൾ നമുക്ക് തന്നെ വിധി കൽപ്പിക്കുകയാണ് പലരെയും ജഡ്ജ് ചെയ്യുന്നതിലൂടെ നമ്മളും ചെയ്യുന്നത്. കേൾക്കുന്നോ? ഒരു ആരാധന മുടക്കി ഒരാൾ ഒരു കല്യാണത്തിന് പോയി, നമ്മൾ പറയും ഇറ്റ് ഈസ് റോങ്. ഇത് നമ്മൾ ചെയ്യുമ്പോഴും കർത്താവ് ഉയർത്തി എന്ന് പറയും, പണ്ട് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാധന മുടക്കുന്നത് തെറ്റാണ്, നീ അപ്പൊ മുടക്കം നീയും തെറ്റ് ചെയ്തു. യേശു പറഞ്ഞു, നിങ്ങൾ വിധിക്കുന്ന വിധി കൊണ്ട് നിങ്ങളും വിധിക്കപ്പെടും. ഓർത്തോണം, എപ്പോഴും ജഡ്ജിങ് എന്ന് പറയുന്നത് എളുപ്പമാണ്, പക്ഷേ അതിന്റെ പരിണിത ഫലം, അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമ്മളും അതേ നിലവെച്ച് നമ്മളും ജഡ്ജ് ചെയ്യപ്പെടും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്കൊരു മനുഷ്യനെ വിധിക്കാതെ, അവരാരാണെന്ന് അസസ് ചെയ്യാതെ ഒന്ന് മാറി നിൽക്കാം. അപ്പം ജഡ്ജ്മെന്റിന്റെ ഒന്നാമത്തെ പ്രശ്നം കണ്ടോ? നമ്മൾ വിധിക്കുന്ന വിധി കൊണ്ട് നമ്മളും വിധിക്കപ്പെടും. രണ്ട്, നമ്മുടെ വിധിയുടെ രണ്ടാമത്തെ പ്രശ്നം, ഇതെല്ലാം ബാഹ്യമായിരിക്കും, ഇത് എക്സ്റ്റേണൽ ആയിരിക്കും. Gospel of John chapter 8 15 and 16. Gospel of John chapter 8 verse 15 and 16. നമ്മുടെ വിധികളെല്ലാം എക്സ്റ്റേണൽ ആണ്. Our judgments are external. കേൾക്കുന്നുണ്ടോ? നമ്മൾ ആരെയും വിധിക്കുന്നത് അവിടെ ഉള്ളിലെ സ്ഥിതി അറിഞ്ഞിട്ടല്ല. സ്തോത്രം. നമ്മൾ എപ്പോഴും ഒരാളെ കാണുന്നത് പുറമേ ഉള്ളതെ കാണുകയുള്ളൂ. ഒരാളുടെ ജീവിതത്തിന്റെ ഉൾവശം എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. കേൾക്കുന്നോ? നമ്മൾ ചിലരെ നോക്കി പറയാം അയാൾ ശരിയല്ല. നമ്മൾ ജഡ്ജ് ചെയ്യുക, ഹി ഈസ് നോട്ട് റൈറ്റ്. എങ്ങനെ? അപ്പിയറൻസിൽ കൂടെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സ്ഥിതിയെ നമുക്കറിയാൻ പറ്റുമോ? ഞാൻ കുറച്ച് വർഷത്തിന് മുമ്പ് ഒരു ചർച്ച ഇരുന്നപ്പോ ഒരു ആന്റി, അവര് ചർച്ച വരുമ്പോ ബൈബിള് കൊണ്ടുവരികയില്ല. ഞാൻ ചർച്ച പുതുതായിട്ട് പാസ്റ്ററായിട്ട് ചെല്ലുകയാണേ. അവർ ചർച്ച വരുമ്പോ ബൈബിള് കൊണ്ടുവരികയില്ല. എനിക്ക് ആദ്യത്തെ ആഴ്ച കൊണ്ട് എന്നെ അഹങ്കാരി സ്ത്രീ വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു ബൈബിളെങ്കിലും കൊണ്ടുണ്ടേ. 2 ആഴ്ചക്ക് ശേഷമാണ് എന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായത്. അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, പക്ഷെ അവർ ചർച്ച വരും. അപ്പൊ എന്റെ ജഡ്ജ്മെന്റിൽ ഞാൻ അവരെ കണ്ട ഒരു പാപിയായിട്ടാ. പക്ഷേ പിന്നീട് അവരെ മനസ്സിലാക്കിയപ്പോ എനിക്ക് മനസ്സിലായി, അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും അവർ ചർച്ച വരുന്നുണ്ട്. കേൾക്കുന്ന ദൈവവചനത്തെ സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ പല ജഡ്ജ്മെന്റിനും ഇത്രേ റൈറ്റ് ഉള്ളൂ.
ഇത്ര ആഴമുള്ളൂ, ഇത്ര സത്യസന്ധതയുള്ളൂ. കേൾക്കുന്നുണ്ടോ? ആരെയും പറ്റിക്കാൻ പറ്റുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാക്കാം. മറ്റുള്ളവരുമായി ഉള്ള ആത്മീയതയിൽ ഒരു കൈയൊക്കെ പൊട്ടിയിട്ട് നമുക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റി കാണിക്കാം ആക്ഷനിലും കൂടെ. പക്ഷെ പ്രശ്നം, നമ്മുടെ അകത്തെ കാണാൻ ലോകത്തൊറ്റ മനുഷ്യനും പറ്റുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജഡ്ജ്മെന്റ് എല്ലാം പുറമേ ഉള്ളൂ, അകത്തേക്ക് പോകുന്നില്ല. കേൾക്കുന്നുണ്ടോ? ആക്ഷനെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോഴും ആറ്റിറ്റ്യൂഡ് നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് 2 സുഹൃത്തുക്കളുണ്ടെന്നിരിക്കട്ടെ. ഒന്നാമത്തെ സുഹൃത്ത് നിങ്ങൾ ചിരിച്ചു കാണിക്കും, അകത്ത് ആ മനുഷ്യൻ നിങ്ങൾക്കെതിരെയുള്ള കയ്പും പകയൊക്കെ കൊണ്ടു നടക്കും. അകം ക്ലിയർ അല്ല, പുറത്ത് ആക്ട് ചെയ്യുന്നു. കേൾക്കുന്നോ? രണ്ടാമതൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ അകത്ത് നിങ്ങൾക്കെതിരെ കയ്പുണ്ട്, ആ കയ്പ് പുറത്തും കാണിക്കും. ഇതിൽ ആരാണ് ജെനുവിൻ? അകത്ത് എന്തുണ്ടോ അത് പുറത്തു കാണിക്കുന്ന ആളാ ജെനുവിൻ, അല്ലേ? റിയൽ. മറ്റേയാളോ അകത്തുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നത് വലിയ കാര്യങ്ങൾ. അതുകൊണ്ട് ജഡ്ജ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, നമുക്കൊരു ലിമിറ്റ് ഉണ്ട് എല്ലാവരും ജഡ്ജ് ചെയ്യുന്നതിന്. അത് പെർഫെക്റ്റ് ആവണമെന്നേ ഇല്ല. ജഡ്ജ്മെന്റിന്റെ ഒന്നാമത്തെ ഡേഞ്ചർ പറഞ്ഞു, നാം ജഡ്ജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളും ജഡ്ജ് ചെയ്യപ്പെടും. 2, നമ്മുടെ ജഡ്ജ്മെന്റ് മുഴുവൻ ഒരു എക്സ്റ്റേണൽ ആണ്. 3, നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോ സത്യത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണത്തെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നത്. വി ആർ ഇൻസൾട്ടിങ് ദ ലോ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രമാണത്തെ ഇൻസൾട്ട് ചെയ്യാം. ജെയിംസ് ചാപ്റ്റർ 4 verse 11 and 12. ജെയിംസ് ചാപ്റ്റർ 4 verse 11 and 12. നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിത വഴികളിൽ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ പുറമെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് നാം അവരെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വേളയിൽ നമ്മള് സത്യത്തിൽ ലംഘിക്കുന്ന ദൈവത്തിന്റെ പ്രമാണത്തെ. എന്താണ് ജെയിംസ് പറയുന്ന ഈ ഡേഞ്ചർ? ജെയിംസ് ചാപ്റ്റർ 4 verse 11 and 12 പറയുന്ന ആ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ഇഫ് യു ജഡ്ജ് അതേഴ്സ്, അവിടെ വാക്കുണ്ടോ? ന്യായപ്രമാണത്തെ ദുഷിക്കുകയാണ്. കാരണം ദൈവം നമുക്ക് ജഡ്ജ്മെന്റുള്ള റൈറ്റ് തന്നിട്ടില്ല. കേൾക്കുന്നുണ്ടോ? ജഡ്ജ്മെന്റ് റൈറ്റ് തന്നിട്ടുള്ള മറ്റുള്ളവർക്ക് നേരെയല്ല, എന്നെ തന്നെ ജഡ്ജ് ചെയ്യാനാ ദൈവം എനിക്ക് തന്ന റൈറ്റ്. എന്റെ മിസ്റ്റേക്കിനെ, എന്റെ തെറ്റിനെ ഞാൻ തിരിച്ചറിയണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേൾക്കുന്നോ? അതുകൊണ്ട് നമ്മൾ പഠിച്ചേ, ദൈവം എന്നോട് പറയാ, നീ ജഡ്ജ്മെന്റിന് പോകണ്ട. ഐ ആം ദ ജഡ്ജ്. ഞാനാ ന്യായാധിപതി, നീ അല്ല. നമ്മൾ മറ്റൊരാൾക്ക് നേരെ പറയുന്ന ഓരോ വാക്കും ദൈവം കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ കസേരയിൽ കയറിയിരിക്കുമ്പോ ദൈവത്തെ അപമാനിക്കുക ചെയ്യുന്നേ. ഹീസ് ദ പെർഫെക്റ്റ് ജഡ്ജ്. ദൈവമാണ് സമ്പൂർണ്ണ ന്യായാധിപതി. ദൈവമാണ് സമ്പൂർണമായ അധികാരി. ആ അധികാരത്തിലേക്ക് കൈകടത്തുമ്പോൾ ഞാനും നിങ്ങളും വളരെ തെറ്റുകാരായി മാറുക. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും താഴ്ത്തരുത്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ഭാഗത്തിന്റെ തന്നെ മറ്റൊരു കാര്യമാണ്. ഈ സെൽഫ് റൈച്ചസ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, സ്വയനീതിക്കാരായ മനുഷ്യർ. അങ്ങനെ കുറെ പേരുണ്ട് അല്ലേ? അവരെ നിങ്ങൾ പഠിച്ചു നോക്കിയേ. അവരുടെ ആത്മീയത ശരി, അവരാണ് ശരി, മറ്റുള്ള എല്ലാവരും തെറ്റുകാരാ. അങ്ങനെ ഒരു കൂട്ടരെ നിങ്ങൾക്ക് അറിയാവോ? ഇല്ലെങ്കിൽ പരിചയപ്പെടാം.
നിങ്ങൾ ബൈബിൾ ഒന്ന് തുറക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം തൊട്ട്. ലൂക്കോസ് ചാപ്റ്റർ 15:11 onwards ഒന്ന് വായിക്കാവോ? പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് നമുക്ക് ഈ പ്രോഡിഗൽ സണ്ണിന്റെ ഈ പ്രോഡിഗൽ സണ്ണിന്റെ എക്സാമ്പിൾ അറിയാം അല്ലെ? ഒന്നാമത്തെ ആള് വീഴ്ച സംഭവിച്ചു. ഇളയ മകൻ ഒരു ഫെയിലിയർ ആയിരുന്നു. രണ്ടാമത്തെ മകൻ പെർഫെക്റ്റ് ആണെന്ന അദ്ദേഹം ചിന്തിച്ചത്. പക്ഷേ ഇളയ മകന്റെ ചിത്രം അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോ തെറ്റിനെ തിരിച്ചറിഞ്ഞ് മടങ്ങി വന്നു. എന്നാൽ മൂത്തയാള് പറയുക, എനിക്ക് കിട്ടിയില്ല, എനിക്ക് തന്നില്ല, എന്നെ നീ മാനിച്ചില്ല. കേൾക്കുന്നോ? അവൻ തെറ്റുകാരനാണ്, എനിക്ക് നീ തന്നുമില്ല. മറ്റൊരു ഉദാഹരണം വെച്ച് പറയുന്നത് ലൂക്ക് ചാപ്റ്റർ 18:9 onwards. ലൂക്കോസിന്റെ സുവിശേഷം 18:9 തൊട്ട് ഒന്ന് വായിച്ചേ. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ അതിനെ വിശദീകരിക്കാം, കേട്ടോണേ. നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. ഈ സെൽഫ് ജസ്റ്റിഫിക്കേഷന്റെ പ്രശ്നം എന്നാ? ഞാൻ ശരിയാ, ബാക്കിയുള്ളവരെല്ലാവരും തെറ്റുകാരാ. ഇങ്ങനൊരു കൈൻഡ് ആത്മീയത നമ്മുടെ ഇടയിലും ഉണ്ടല്ലേ? ഞാൻ ശരി, മറ്റുള്ളവർ മുഴുവൻ തെറ്റ്. കേൾക്കുന്നോ? ഇതൊരു അപകടമാണെന്നറിയാവോ? എപ്പോഴും പലരുടെയും ചിന്ത, ഞാൻ പറയുന്നത് ശരി, ബാക്കിയുള്ളവർ പറയുന്നവന് തെറ്റ്. എന്റെ ആത്മീയത ശരി, ബാക്കിയുള്ളവരുടെ ആത്മീയത തെറ്റ്. ഞാൻ പറയുന്നത് ന്യായം, മറ്റുള്ളവർ പറയുന്നത് തെറ്റ്. ഞാൻ എപ്പോഴും പറയാം, സ്പിരിച്വാലിറ്റി എപ്പോഴും സെൽഫ് ഓറിയന്റഡ് ആവരുത്, സെൽഫിഷ് ആവരുത്. ആത്മീയതയുടെ ലക്ഷ്യം, കർത്താവ് നമ്മെ വിളിച്ചത് മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയാ. ഞാൻ നിങ്ങളോട് 6 കാര്യങ്ങൾ പറയാം. 6 കാര്യം പറയാൻ പോകുന്നത് എന്താണെന്നറിയാവോ? ഇങ്ങനെയുള്ള ഒരു തരം സെൽഫ് ജസ്റ്റിഫിക്കേഷന്റെ അപകടങ്ങളെ കുറിച്ചാണ് ഞാൻ 6 പറയാൻ പോകുന്നത്. വാട്ട് ആർ ദ ഡേഞ്ചേഴ്സ് ഓഫ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ? സ്വയനീതിയുടെ അപകടം എന്താ? എപ്പോഴോർത്തെ എന്താ സ്വയനീതി? ഞാൻ ഭക്തനാണ്, ഞാൻ ഉപവസിക്കും. ഇതിന്റെ അപകടം 6 ഞാൻ പറയാം. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. 1, മറ്റുള്ളവരെ താഴ്ത്തുകയും സ്വയം ഉയർത്തുകയും ചെയ്യും. ഈ റോങ് സ്പിരിച്വാലിറ്റിയുടെ അല്ലെങ്കിൽ സെൽഫ് ജസ്റ്റിഫിക്കേഷന്റെ ഒന്നാമത്തെ ഡേഞ്ചർ, മറ്റുള്ളവരെ താഴ്ത്തും എന്നിട്ട് എന്നെ ഉയർത്തും. കേൾക്കുന്നുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റണേ. ദൈവം വെറുക്കുന്നതാണ്. നമ്മൾ ഒരാളെ താഴ്ത്താൻ വേണ്ടി വിളിച്ചവരല്ല. ഹീസ് നോട്ട് റൈറ്റ്, അവര് ശരിയല്ല, അവര് തെറ്റുകാരാ. പക്ഷെ പിന്നാരാ ശരി? ഞാൻ മാത്രം ശരി, അല്ലേ? ഇങ്ങനെയുള്ള ഒരു കൂട്ടം സഭയിൽ വളരുന്നു എന്നത് അപകടകരമായ ഒരു കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ,
നമ്മുടെ നീതിയെ വലുതാക്കാൻ വേണ്ടിയുള്ളതല്ല ദൈവസന്നിധി, മറ്റൊരാളെ താഴ്ത്താൻ വേണ്ടിയുള്ളതുമല്ല ദൈവസന്നിധി. ഈ സെൽഫ് ജസ്റ്റിഫിക്കേഷന്റെ ഒന്നാമത്തെ അപകടം കണ്ടോ? അവരെ ഉയർത്തും, മറ്റുള്ളവരെ താഴ്ത്തും. രണ്ടാമത്തെ അപകടം, തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ മുഴുവൻ വലുതായി പ്രഖ്യാപിക്കും. ഞാൻ എന്ത് ചെയ്തോ അത് വലിയ കാര്യം ആയിട്ട് പറയും. ഞാൻ ചെയ്തു, ഞാൻ കൊടുത്തു, ഞാൻ പറഞ്ഞു. സ്തോത്രം. അവിടുത്തെ സെന്റർ എന്ന് പറയുന്നത് ഞാനാണ്. ദൈവം വെറുക്കുന്ന കാര്യവും അത് തന്നെയാണ്. എന്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ. സെൽഫ് ഓറിയന്റഡ് ആവരുത് സ്പിരിച്വാലിറ്റി. ബട്ട് ട്രൂ സ്പിരിച്വാലിറ്റി ഈസ് ഗോഡ് ഓറിയന്റഡ്. ദൈവാധിഷ്ഠിതമായിരിക്കണം, ദൈവ കേന്ദ്രീകൃതമായിരിക്കണം ശരിയായ ആത്മീകത. ആത്മീകതയുടെ കേന്ദ്രം നിങ്ങളാവരുത്, ഞാനാവരുത്. ദൈവം മാത്രമാവണം നമ്മുടെ ആത്മീകതയുടെ കേന്ദ്രം, അല്ലെ? ചിലരൊക്കെ പറയാനുള്ള ഒരു കാര്യം, ഞാനില്ലായിരുന്നെങ്കിൽ സഭ കാണുകയില്ലായിരുന്നു, ഞാൻ വന്നുകൊണ്ട് ആ കുടുംബം നശിച്ചില്ല, ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് പാസ്റ്റർ രക്ഷപ്പെട്ടു, ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കുകയില്ലായിരുന്നു. സ്നേഹത്തോടെ പറയാം, ദൈവരാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു അവകാശം തന്നെങ്കിൽ നന്ദിയോടെ സ്തോത്രം ചെയ്തിട്ട് പറ, കർത്താവേ അതിൽ പ്രശംസിക്കാൻ ഒന്നുമില്ല കേട്ടോ, അങ്ങനെക്കെന്ന ഒരു പങ്കാളിത്തത്തിനായി നന്ദി പറയുന്നു. അപ്പൊ ഈ സെൽഫ് ജസ്റ്റിഫിക്കേഷന്റെ, സ്വയം നീതിയുടെ ഒന്നാമത്തെ അപകടം, സ്വയം ഉയർത്തുകയും മറ്റുള്ളവർ താഴ്ത്തുകയും ചെയ്യും. രണ്ട്, അവനവൻ ചെയ്ത കാര്യത്തെ വലിയ കാര്യമായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അപകടം നമുക്കുണ്ടോ? I have supported them. Okay, I prayed for them. ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു, പ്രാർത്ഥിച്ചു എന്നീ കാര്യങ്ങളെ ഒരിക്കൽ പോലും നമ്മൾ വലുതായി കാണരുത്. മൂന്ന്, മറ്റുള്ളവരുടെ പുകഴ്ത്തൽ ഇഷ്ടപ്പെടും. പുകഴ്ത്തുക എന്ന് പറയുന്നത് നമ്മളെ വലുതാക്കി പറയുമല്ലോ. അയ്യോ പാസ്റ്റർ ബ്ലസൻ വർഗീസ്, ഹി സംതിങ്. അത് കേൾക്കാൻ എനിക്കൊരു ഇഷ്ടമാണ്. ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമ്മളെ പുകഴ്ത്തുന്നവരാ. ശ്രദ്ധിച്ചു കേട്ടെ, നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നവരെ നിങ്ങൾ സ്നേഹിച്ചോ, പക്ഷെ പുകഴ്ത്തൽ ഒരു അപകടം തന്നെയാണ്. സ്തോത്രം, അല്ലേ? അവിടെ ഏറ്റവും വലിയ പ്രശ്നം, അവരെ പുകഴ്ത്തുന്നവരെയാണ് അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അപ്പൊ ഈ സെൽഫ് ജസ്റ്റിസിന്റെ അല്ലെങ്കിൽ സെൽഫ് ഓറിയന്റഡ് സ്പിരിച്വാലിറ്റിയുടെ മൂന്ന് അപകടം പറഞ്ഞു. മറ്റുള്ളവർ താഴ്ത്തും, സ്വയം ഉയർത്തും. രണ്ട്, തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വലുതാക്കി കാണിക്കും. മൂന്ന്, മറ്റുള്ളവരുടെ ആ പുകഴ്ത്തൽ, അല്ലെ? പുകഴ്ത്തൽ എന്ന വാക്ക് മനസ്സിലായോ? നിങ്ങളെ കുറിച്ച് വലിയ കാര്യം പറയുമ്പോ, നിങ്ങളെ കുറിച്ച് വളരെ ചക്കര, മലയാളം വാക്ക് അങ്ങനെ വാക്കുണ്ട്, ചക്കര വാക്ക് പറയുക, പഞ്ചസാര വർത്താനം പറയുമ്പോ അതിൽ വലിയൊരു ആനന്ദം കണ്ടെത്തുക, അത് അപകടമാണ്. നാലാമത്തെ ഡേഞ്ചർ, അങ്ങനെയുള്ളവർ കറക്ഷൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ സെൽഫ് റൈച്ചസ് ആയ ആൾക്കാരുടെ നാലാമത്തെ പ്രത്യേകത, യു കനോട്ട് കറക്റ്റ് ദം. അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. എന്താ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത? അവർ ചിന്തിക്കുക ഞാൻ റൈറ്റ് ആണ്. തെറ്റിയ ഒരാളെ നമുക്ക് തിരുത്താം, തെറ്റ് സമ്മതിച്ചാൽ. തെറ്റ് സമ്മതിക്കാത്ത ഒരാളെ നമുക്ക് എവിടെ തിരുത്താൻ പറ്റും? മലയാളത്തിൽ ഇങ്ങനെ പറച്ചിലുണ്ട്, ഉറങ്ങിയവരെ ഉണർത്താം. ഉറങ്ങാതെ ഉറങ്ങി എന്ന് കാണിക്കുന്ന നമുക്ക് എത്ര ശ്രമിച്ചാലും ഉണർത്താൻ പറ്റുകയില്ലെന്ന്. കേൾക്കുന്നോ? നമ്മുടെ നടുവിലും ഒരിക്കൽ പോലും ഇതുണ്ടാവരുത്. നിങ്ങളും ഞാനും തെറ്റില്ലാത്തവരല്ല. ആരെങ്കിലും കറക്റ്റ് ചെയ്യുന്നെങ്കിൽ ആ കറക്ഷനെ സന്തോഷത്തോടെ സ്വീകരിക്കണം. യെസ്, ഇറ്റ് വാസ് റോങ്, അങ്ങനെ പറയണ്ടായിരുന്നു. ഒരിക്കൽ പോലും കുടുംബത്തിലായാലും സഭയിലായാലും ദൈവമുമ്പാകെയാണെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു തെറ്റിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ വീണ്ടും സെൽഫായി ജസ്റ്റിഫൈ ചെയ്ത്, ഞാൻ പറഞ്ഞത് എന്താ പ്രശ്നം, എന്നെ തിരുത്താൻ നിങ്ങൾ ആരാ?
ഒരു സ്പിരിച്വൽ അതോറിറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സ്പിരിച്വൽ അതോറിറ്റിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന റൈറ്റ് എന്ന് പറയുന്നത് എൻകറേജ്മെന്റ് മാത്രമല്ല, കറക്ഷൻ ദൈവത്തിന്റെ നിയോഗത്തിന്റെ ഭാഗമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ നിയോഗമാ. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ നിയോഗമാ. നിങ്ങൾക്ക് ഒരിക്കൽ പോലും കറക്ഷൻ ഇല്ലാതെ നന്നാവാൻ പറ്റുകയില്ല. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നവരാകാം, മാത്സ്, ഈവൻ കമ്പ്യൂട്ടർ, എല്ലാം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്തത്. എവിടെയൊക്കെ കറക്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് ആവശ്യം. ആ കറക്ഷൻ നിങ്ങളെ ബെറ്റർ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. സ്പിരിച്വാലിറ്റിയിലും കറക്ഷൻ വേണം. ആ കറക്ഷൻ വരുത്തുമ്പോ എനിക്കിത് വേണ്ട, എന്നോട് പറയാം, നീ ആരാന്ന് ചോദിക്കണ്ട. സ്പിരിച്വൽ കറക്ഷൻ എവിടെ വേണമെങ്കിലും അത് തെറ്റാണെങ്കിൽ തെറ്റി എന്ന് പറയാൻ എപ്പോഴും സമ്മതിക്കണം. നാലാമത്തെ ഡേഞ്ചർ നാം പറഞ്ഞു അല്ലേ? ഒന്ന് സ്വയം ഉയർത്തും, മറ്റുള്ളവരെ താഴ്ത്തും. 2, തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 3, മറ്റുള്ളവരുടെ പുകഴ്ത്തൽ, മറ്റുള്ളവർ എന്നെ ഇങ്ങനെ പ്രൈസ് ചെയ്ത് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. 4, അവരെ കറക്റ്റ് ചെയ്യുവാൻ, അവർക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമല്ല. കറക്ഷൻ, ദേ ഡോണ്ട് ലൈക്ക് കറക്ഷൻ. 5th one, തങ്ങൾക്കുള്ള അമിത പ്രാധാന്യം. മറ്റുള്ള ഒരാളെക്കാളും ഞാൻ എന്തോ ആണെന്ന് ചിന്തിക്കുന്ന ഒരു നിലയുണ്ടെങ്കിൽ അതിന്റെ പേരാണ് അപകടകരമായ ആത്മീകത. സ്തോത്രം. കേട്ടെ, അപകടകരമായ ആത്മീകത. നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ അവയവത്തിനും അതിന്റെ പ്രാധാന്യമില്ലേ? ഉണ്ട്, ഇല്ലേ? കണ്ണ് കണ്ടില്ലെങ്കിൽ, ചെവി കേട്ടില്ലെങ്കിൽ, നടക്കാൻ പറ്റിയില്ലെങ്കിൽ, കിഡ്നി പ്രവർത്തിച്ചില്ലെങ്കിൽ, എല്ലാ അവയവങ്ങൾക്കും അതതിന്റെ പ്രാധാന്യത ഉണ്ട്, അല്ലേ? ഒരവയവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലെന്നറിയാവോ? നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ പകരം വയ്ക്കാൻ പറ്റാത്ത വിധം ദൈവം സൃഷ്ടിച്ചതാണ്. കാലില്ലാത്തൊരു മനുഷ്യന് കൈകൊണ്ട് മാത്രം പറ്റുമോ കാര്യങ്ങൾ? കൈയില്ലാത്തൊരു മനുഷ്യന് കാലുണ്ട്, ജീവിതം ശരിയാവുമോ? ഇല്ല. പെർഫെക്ഷൻ വരുന്നത് എല്ലാവരും പ്രാധാന്യമുള്ളവരാണെന്നുള്ള ചിന്ത വരുന്നതാണ്. നിങ്ങളുടെ ചർച്ച ഒരു ഗ്രോയിങ് ചർച്ചാണെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ സർവീസിനെ, നിങ്ങളുടെ സഭയുമായിട്ടുള്ള ബന്ധത്തെ ഒക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ ഒരു കാര്യം നിങ്ങളോട് സ്നേഹത്തോടെ പറയാം. നിങ്ങളുടെ ലോക്കൽ ചർച്ചിലെ ഒരാൾക്കും ഒരു ഓവർ പ്രയോറിറ്റി ഉണ്ടാവരുത്. ഒരാളും മറ്റൊരാളെക്കാൾ ചെറിയവരായി പഠിപ്പിക്കുകയും ചെയ്യരുത്. ചർച്ചിന് ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചർച്ചല്ല, ദാറ്റ് ഈസ് എ ക്ലബ്. കേൾക്കുന്നു? പണങ്ങരുത്. കേൾക്കുന്നുണ്ടോ? മറ്റൊരാൾ അംഗീകരിക്കപ്പെടുന്ന ഇടമാകണം ദൈവസഭ. ഒരാളെയും മറ്റൊരാളുടെ മുമ്പിൽ ചെറുതാക്കരുത് ദൈവസഭയിൽ. എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ ദൈവസഭയിൽ ഒന്നായി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. All are important in the church of God. അല്ലേ? Nobody is greater than anyone. ഒരാളും മറ്റൊരാളെക്കാൾ വലിയവനല്ല. എല്ലാവർക്കും അവരവരുടെ പ്രാധാന്യം ദൈവസഭയിൽ ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാവണം. അതിന്റെ പേരാ കർത്താവിന്റെ സഭ. അപ്പൊ ഈ സെൽഫ് ജസ്റ്റിസ്, സ്വയം നീതിക്കാരുടെ ഏറ്റവും വലിയ അപകടം, എനിക്കൊരു അമിത പ്രാധാന്യം വേണം. സ്തോത്രം. നിങ്ങൾ ഇരിക്കുന്ന ഒരു ചെയറിൽ മറ്റൊരാൾ വന്നിരുന്നാൽ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുമോ? ഉണ്ടാവരുത്, അല്ലേ? ഞാൻ എന്തോ ആണെന്നൊരു ഭാവം വളർത്തരുത്. നമ്മുടെ വേർപെട്ട സഭകളെ നശിപ്പിച്ചതിലെ വലിയൊരു പങ്ക് ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡിനാണ്, അല്ലേ? സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. ആറാമത്തെ പ്രത്യേകത, അവിടെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ജീവിക്കുന്നത്
ഞാൻ നല്ല ആളായോണ്ടാ, ഞാൻ ജീവിക്കുന്ന ഞാൻ നല്ല ആളായോണ്ടാ, ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടാ ഞാൻ നിലനിൽക്കുന്നത്. എന്റെ ഭക്തിയാണ് എന്റെ നന്മയ്ക്ക് മുഴുവൻ പ്രധാനപ്പെട്ട കാര്യം. കേൾക്കുന്നോ? ചിലരിങ്ങനെ ഉണ്ടല്ലേ, അവർ ഉപവസിക്കാത്തതുകൊണ്ട് അവരുടെ മക്കൾ അങ്ങനെ ആയിപ്പോയി. ഞാൻ ഉപവസിക്കുന്ന എന്റെ മക്കൾ ഇങ്ങനെ വന്നു. സ്തോത്രം. അവര് പ്രാർത്ഥിക്കുകയല്ല, ഞാൻ പ്രാർത്ഥിക്കും, അതുകൊണ്ട് ഇങ്ങനെ വന്നു. ഞാൻ നമ്മുടെ സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ. ഇന്ന് പകലും നിങ്ങൾ അയർലൻഡിൽ ജീവശ്വാസം എടുത്തതുകൊണ്ട്, ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിന്ന് രാത്രി ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ പേര് ഡെഡ് ബോഡി എന്നാകും, ഇല്ലേ? നിങ്ങളിൽ എത്ര പേർ ഇന്ന് പകൽ കർത്താവേ എനിക്ക് ഓക്സിജൻ തരണേന്ന് പ്രാർത്ഥിച്ചായിരുന്നു? ആരെങ്കിലും പ്രാർത്ഥിച്ചായിരുന്നു? എഴുന്നേറ്റപ്പോഴേ കർത്താവ് ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങ് എനിക്ക് ഓക്സിജൻ തരണേന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചായിരുന്നോ? ഇല്ലല്ലേ? പിന്നെ നമ്മൾ നിലനിന്നത് ദൈവത്തിന്റെ ദാനം കൊണ്ടല്ലെന്ന് നമ്മളെ ആരാ പഠിപ്പിച്ച്? ദൈവം ഔദാര്യമായി തന്ന ഓക്സിജൻ അല്ലേ നമ്മൾ ശ്വസിച്ചത്? അതോ നമ്മുടെ പോകുന്നിടത്ത് മുഴുവൻ വണ്ടിയിൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരുന്നോ? ഇല്ല. എസൻഷ്യലായ ഒരു കാര്യത്തെ ദൈവം തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഈ ഭൂമി കാണുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ദൈവത്തോട് നന്ദി പറയണ്ടേ? നിങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിച്ചായിരുന്നോ? കർത്താവ് എന്റെ ഹൃദയം ഒരു നിമിഷത്തെ ഇത്ര പ്രാവശ്യമേ ആ ഹൃദയം ഇടിക്കാവുള്ളൂ, എന്റെ ഹൃദയത്തെ ഇന്ന് പകൽ കർത്താവ് സൂക്ഷിക്കണം. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു? ഇല്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാതെ ഇരിക്കുന്നത് പ്രാർത്ഥിച്ചോണ്ടല്ല, ദൈവത്തിന്റെ കരുണയാണ് നമ്മുടെ നിലനിൽപ്പെന്നൊരു ബോധ്യം എല്ലാവരുടെയും അകത്തുണ്ടാവണം. കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ് എല്ലാറ്റിന്റെയും നന്മയുടെ കാരണമെന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ ഒരു കാര്യം പറഞ്ഞേ, കർത്താവേ അങ്ങയുടെ കരുണയാണ്, അല്ലേ? അങ്ങയുടെ മനസ്സരിവാണ്, അങ്ങയുടെ ദയയാണ്. ഒന്നുകൂടെ പറയാം, അങ്ങയുടെ ക്ഷമയാണ് എന്നെ ഇന്ന് നിലനിർത്തിയെന്നൊന്ന് പറഞ്ഞു നോക്കേ. ഹല്ലേലൂയ. ഇവിടുത്തെ ഈ മനുഷ്യൻ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കണ്ട ഈ മനുഷ്യൻ, അദ്ദേഹം ഒരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ജീവിക്കുന്ന ആളാ. ആ മനുഷ്യൻ പറയുന്നത് ഞാൻ കൊടുക്കുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ടാണ് ജീവിക്കുന്നേ. പക്ഷെ വീണ്ടും ജനിച്ച എന്റെ മക്കളോട് ഞാൻ പറയാം, എന്റെ സഹോദരങ്ങളോട് പറയാം, നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കരുണയാണ്. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് ഒരിക്കൽ പോലും നമ്മുടെ ഭക്തി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ജീവിക്കുന്നു എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കരുത്. ദൈവമാണ് കരുണയുടെ ആധാരം, അല്ലേ? ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ കര ഉയർത്തി കർത്താവിനോട് ഹൃദ്യമായിട്ട് നന്ദി പറഞ്ഞേ. ചോദിക്കാത്ത നന്മകൾ തന്ന ദൈവമേ നന്ദി എന്നൊരു വാക്കൊന്ന് പറഞ്ഞേ. അർഹിക്കാത്ത നന്മകൾ ചെയ്ത ദൈവമേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. തെറ്റിനെ ശിക്ഷിക്കുന്ന ദൈവം നമ്മളെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ആയുസ്സോടെ നിങ്ങൾ ഞാനും കാണുമായിരുന്നു. ഈ കഴിഞ്ഞ എത്രയോ ദിവസങ്ങൾ നമ്മൾ പല നുണയും പറഞ്ഞപ്പം തെറ്റിനെ ദൈവം ശിക്ഷിച്ചെങ്കിൽ ഇന്ന് ജീവനോടെ കാണുകയെന്ന് നിങ്ങൾക്കറിയാവോ? ദൈവം കാണിച്ച കരുണയല്ലേ നമ്മുടെ നിലനിൽപ്പിന് ആധാരം? അതാവണം നമ്മുടെ ആത്മീക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന്. ഓക്കെ, അപ്പം ഈ റോമർ ചാപ്റ്റർ 2 വരുമ്പോ തങ്ങൾ മറ്റുള്ളവരെ വിധിക്കും, പക്ഷേ പ്രശ്നം അവരത് തന്നെ ചെയ്യും. സ്തോത്രം. സഹോദരങ്ങളെ, it is always easy to judge others, but it is tough to live according to that righteous level. ഇത് ദൈവത്തിന്റെ മക്കൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ വിധിക്കുന്ന വിധി അപ്ലൈ ചെയ്യാൻ നമ്മൾ ഒന്ന് താല്പര്യപ്പെടണം. കണ്ടോ? ഇപ്പൊ വേദപുസ്തകം പഠിക്കുന്നത് മറ്റുള്ളവരെ കുറ്റം പറയാനല്ല, വേദപുസ്തകം പറയുന്നത് മറ്റുള്ളവരെ താഴ്ത്താനല്ല, വേദപുസ്തകം പറയുന്നത് അവനവൻ റൈറ്റായി ജീവിക്കേണ്ടതിനാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ തിരുവഴുത്തി രാത്രി പഠിക്കുന്നത്?
എന്തിനാ തിരുവെഴുത്തുകൾ പഠിക്കുന്നത്? പ്രസംഗിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാ. കേൾക്കുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം. തിരുവെഴുത്തിന്റെ ആദ്യത്തെ ഉപയോഗം പ്രസംഗമല്ല. തിരുവെഴുത്തിന്റെ ആദ്യത്തെ ഉപയോഗം ജീവിതമാണ്. അപ്ലൈ എന്നതാണ് തിരുവെഴുത്തിന്റെ ആദ്യത്തെ ചിന്ത, അല്ലെ? സപ്ലൈ എന്നുള്ളതല്ല. പ്രീച്ചിങ് ഈസ് സപ്ലൈ. പ്രസംഗം സപ്ലൈ ആണ്. അക്സെപ്റ്റിംഗ് ദ വേർഡ് ഈസ് അപ്ലൈയിങ്. നാം നമ്മിലേക്ക് തന്നെ സ്വീകരിക്കുന്നതാണ് തിരുവെഴുത്ത്. അപ്പം ബൈബിൾ പഠിക്കുന്നത് സപ്ലൈക്ക് വേണ്ടി അല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സപ്ലൈ സെക്കൻഡറിയാ, പ്രൈമറി അപ്ലൈ, അല്ലെ? എന്റെ ചിന്തയിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒന്ന് കാണിച്ച് ഇവരെ നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം. ഈ ചാപ്റ്റർ 2 കാണുന്നവരെ, they are kind of moralist, ധാർമ്മികവാദിയാണ്. പബ്ലിക്ലി അവർ തെറ്റിനെതിരെ പറയും, പക്ഷെ ആരുമില്ലാത്തപ്പം അത് തെറ്റ് ചെയ്യും. ചർച്ച വരുമ്പോ പല തെറ്റിനെതിരെയും പറയും. ചർച്ചയിൽ നിന്ന് പോയി കഴിയുമ്പം അതേ തെറ്റ് ചെയ്യും. മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യും, ഡു നോട്ട്. പക്ഷെ സ്വയം അത് പറയല, സ്വയം പറയും ഡു ഇറ്റ്, ഇത് ചെയ്തോ. ഡു നോട്ട് മറ്റുള്ളവർക്കും, ഡു ഇറ്റ് എനിക്കും ആകുന്ന ഒരു സ്ഥിതി ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വേദം പറയുക, മോറലിസ്റ്റേ, മറ്റുള്ളവരെ വിധിക്കുന്ന മനുഷ്യ, നീ ഒരിക്കലും നിന്നെ വിധിക്കാതെ പോകരുത്. സ്തോത്രം. അപ്പൊ ഒന്നാമത്തേത് യൂണിവേഴ്സൽ ഫെയിലിയർ, വെളിപ്പാടിനോട് പ്രതികരിക്കുന്നവർ തോറ്റവർ. രണ്ടാമത്തെ കൂട്ടം കണ്ടോ, തെറ്റിനെ തെറ്റായി അറിയാം, പക്ഷേ പറയുന്ന അതേ കാര്യം തന്നെ ചെയ്യും. ഒന്നുകൂടെ വായിക്കാവോ? ചാപ്റ്റർ 2 verses 1 to 4 ഒന്ന് വായിച്ചേ. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനും ആയുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക താങ്ക് യു. കുറെ കാര്യങ്ങൾ പറയും ചെയ്യരുതെന്ന്, പറഞ്ഞ ശേഷം അവസരം കിട്ടുമ്പോൾ അത് തന്നെ ചെയ്യും. ഈ പ്രശ്നം ആത്മീയതയിലും ഉണ്ടോ? ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ലൈഫ് സ്പിരിച്വാലിറ്റി അല്ലെന്നറിഞ്ഞേ. നമുക്ക് നിയന്ത്രണമില്ലാതെ എന്തും പറയാം, പക്ഷെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതാണ് ശരിയായ സ്പിരിച്വാലിറ്റി. പ്രൈസ് ദി ലോർഡ്. എന്താ ട്രൂ സ്പിരിച്വാലിറ്റി? നമ്മൾ പറയുന്ന അന്യഭാഷകളല്ല, നമ്മൾ പറയുന്ന പാട്ടുകളല്ല. നമ്മുടെ ലൈഫ് ദൈവേഷ്ടത്തിനൊത്തോളം നിയന്ത്രിക്കാൻ കഴിയുന്നതാവണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ. ഞാൻ നിങ്ങളൊക്കെ വാഹനം ഓടിക്കുന്നവരാ, വാഹനം ഓടിക്കുന്നവരും വാഹനത്തെ യാത്ര ചെയ്യുന്നവരും അല്ലേ? ഒരു ഡ്രൈവറുടെ കപ്പാസിറ്റി വണ്ടി ഓടിക്കുന്നതിലാണോ വണ്ടി കൺട്രോൾ ചെയ്യുന്നതിലാണോ നിങ്ങൾ കാണുന്നത്? ഒരു ഡ്രൈവറുടെ കപ്പാസിറ്റി വണ്ടി ഓടിക്കുന്നതിലാണോ കാണുന്നത്, അതോ വണ്ടി കൺട്രോൾ ചെയ്യുന്നതിലാണോ ഒരു ഡ്രൈവറുടെ കപ്പാസിറ്റി കാണേണ്ടത്? കൺട്രോൾ ചെയ്യുന്നില്ല അല്ലെ? ഒരു മിടുക്കൻ ഡ്രൈവറെ നിങ്ങൾ പരിചയപ്പെടുന്നത് വണ്ടി ഓടിക്കുമ്പോൾ മാത്രമല്ല, ഒരു ക്രിട്ടിക്കൽ മൊമെന്റിൽ ആ മനുഷ്യൻ എങ്ങനെ വണ്ടിയെ കൺട്രോൾ ചെയ്യുന്നു എന്നതാണ് ഒരു ഡ്രൈവറുടെ എഫിഷ്യൻസി. കേൾക്കുന്നോ? ആത്മീക ജീവിതത്തിൽ ഇത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. കൺട്രോൾ ഇല്ലാത്ത ലൈഫ് സ്പിരിച്വൽ ലൈഫ് അല്ല, പ്രത്യേകിച്ച് സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ലൈഫ്. കേൾക്കുന്നോ? അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് സ്വയം നിയന്ത്രണം തരണം. സ്തോത്രം. വാക്കിനെ കൺട്രോൾ ചെയ്യണം, ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യണം. കേൾക്കുന്നോ? ജഡത്തിന്റെ ഇഷ്ടങ്ങളെ കൺട്രോൾ ചെയ്യണം.
കൺട്രോൾ ഇല്ലാത്ത ഒരാളുടെ ലൈഫ് അല്ല സ്പിരിച്വൽ ലൈഫ്. But with the power of Holy Spirit, I'm able to control all my desires and passions. എന്റെ എല്ലാ ഇഷ്ടങ്ങളെയും എന്റെ എല്ലാ ആഗ്രഹങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹലോ, ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് മിയർലി എ ക്ലാപ്പിംഗ് ലൈഫ്. ഇത് കൈകൊട്ടുന്നൊരു ജീവിതമല്ല, മറിച്ച് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ ചിന്തകളെയും എല്ലാ ആഗ്രഹത്തെയും ദൈവത്തിന്റെ ആത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതാവണം എൻ്റെ ട്രൂ സ്പിരിച്വൽ ലൈഫ്. അത് നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ വലിയ വർഷിപ്പേഴ്സാ, പക്ഷെ ഇഫ് യു ലോസ് ദ കൺട്രോൾ ഓഫ് യുവർ ടങ്, if you're not able to control your desires, if you're not able to control your feelings, നിങ്ങൾക്ക് ഒരിക്കൽ പോലും വിജയകരമായ ആത്മീക ജീവിതത്തെ ചെയ്യാൻ ഒരിക്കൽ പോലും പറ്റുകയില്ല. എന്താ ഇവിടെ പ്രശ്നം? തെറ്റിനെ തെറ്റായി അറിയാം, ചെയ്യരുതെന്ന് മറ്റുള്ളവർ പറയും, പക്ഷെ ഇതേ തെറ്റ് അവരവർ തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് കർത്താവോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ശരിയായി കാണാൻ, ഞങ്ങളുടെ ചിന്തകളെ ശരിയായി കാണാൻ, ഞങ്ങളുടെ ഇഷ്ടങ്ങളെ ശരിയായി കാണാൻ ഞങ്ങളെ ഈ കാലഘട്ടത്തിൽ കർത്താവേ അവിടുന്ന് കൃപ തരണമേ എന്ന് നമുക്ക് ഹൃദയംഗമായിട്ട് കർത്താവോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ടോ? നമുക്ക് തന്ന സത്യം മറ്റുള്ള ജഡ്ജ് ചെയ്യാനല്ലെന്നാ പറഞ്ഞേ. നമുക്ക് കിട്ടിയ നീതി മറ്റുള്ള ജഡ്ജ് ചെയ്യാനുള്ളതല്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്നെങ്കിൽ എന്താ ഏറ്റവും വലിയ പ്രശ്നം? നമ്മൾ പറയുന്നത് അവരെ എല്ലാം ജഡ്ജ് ചെയ്യും, പക്ഷെ ഞാൻ രക്ഷപ്പെടും. ഒരിക്കൽ പോലും രക്ഷപ്പെടുകയല്ല. നിങ്ങൾ അറിഞ്ഞോ എന്നുള്ളതല്ല സത്യം, അറിഞ്ഞത് അനുസരിച്ചോ എന്നുള്ളതാ സത്യം. കേൾക്കൂ, അനുസരണമില്ലാത്ത ആത്മീകത ആത്മീകതയല്ല. നിയന്ത്രണമില്ലാത്ത ആത്മീകത ആത്മീകതയല്ല. രൂപാന്തരമില്ലാത്ത ആത്മീകത ആത്മീകതയല്ല. നമ്മുടെ ലൈഫിൽ ഇന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീകത ആത്മീയതയല്ല. 10, 15, 20, 25, 30, 40, 50 ഇയേഴ്സ് നമ്മുടെ സ്പിരിച്വൽ ഏജ് വേണമെങ്കിൽ പറയാം. വർഷങ്ങളിൽ കൂടെ നമ്മുടെ ആത്മീക വർഷങ്ങളെ നമുക്ക് പറയാം. ഇത്ര വർഷ പരിചയമുള്ള ഒരാളാണ് എൻ്റെ ഫാദർ, പെന്റക്കോസ്റ്റിന്റെ ഫൗണ്ടർ. ഐ ആം ദ തേർഡ് ജനറേഷൻ ഓഫ് ജനറേഷൻ പെന്റക്കോസ്റ്റൽ ഫെയ്ത്ത്. ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഒരൊറ്റ ചോദ്യം, ഇപ്പോഴും നമുക്ക് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന് ഇഷ്ടത്തെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെ? കല്യാണം കഴിഞ്ഞ് 10-20 വർഷമായിട്ട് ഭാര്യയുടെ ഇഷ്ടമറിയാത്ത ഭർത്താവ്, ഭർത്താവിന്റെ ഇഷ്ടമറിയാത്ത ഭാര്യ, അല്ലേ? ഭർത്താവിന് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്നറിയാത്ത ഭാര്യ കൂടെ താമസിക്കുന്നെങ്കിലും ഭർത്താവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. ഇഷ്ടങ്ങളെ അറിഞ്ഞ് പെരുമാറുമ്പോഴാണ് ബന്ധം ശക്തമാകുന്നത്. കുറെ നാൾ കർത്താവിന്റെ കൂടെ നടന്നിട്ടും കർത്താവിന് ഇഷ്ടം മനസ്സിലാക്കാൻ ഇന്നും പറ്റിയിട്ടില്ലേ? ആ ബന്ധം അപകടകരമായ ബന്ധം. ഒരൊറ്റ ചിന്ത പറഞ്ഞുകൊണ്ട് നിർത്താം. അടുത്ത ആഴ്ച ഞാനത് വിശദീകരിച്ചോളാം. പൗലോസ് ഇവിടെ പറയുകയാണ്, ജീവിക്കാൻ മറന്നവരെ ദൈവം ശിക്ഷിക്കാതെ വിടില്ല. കേട്ടെ, ജീവിക്കാൻ മറന്നവരെ ദൈവം ശിക്ഷിക്കാതെ വിടില്ല. നിങ്ങൾ എന്തു കേട്ടു എന്നുള്ളതല്ല ദൈവത്തിന് ചോദ്യം, എന്തറിഞ്ഞു എന്നുള്ളതല്ല ദൈവത്തിന് ചോദ്യം. അറിഞ്ഞതിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ ചിന്തയോടെ പറഞ്ഞു നിർത്താവേ. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പാസ്റ്റർ പറയുന്നു ഇന്നത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, അല്ലെ? എന്റെ ചിന്ത മലയാളത്തിലല്ല സർവീസ് നടക്കുന്ന പാസ്റ്റർ ബ്ലസൻ, ബോത്ത് മലയാളം ഇംഗ്ലീഷ്, അല്ലെ? ഓക്കെ. അപ്പം നമ്മള് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. കർത്താവേ, ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണേ. വലിയ
വലിയ വെളിപ്പാടുകൾ അങ്ങയുടെ ദാസൻ പ്രസ്താവിക്കാൻ കൃപ കൊടുക്കണേ. ചർച്ചിന്റെ അപകടം ഈ വെളിപ്പാടില്ലായ്മയാണോ? അല്ലല്ലോ. ചർച്ചിന്റെ ഇന്നത്തെ അപകടം എന്നാ? അറിഞ്ഞതിനെ അനുസരിക്കാൻ മനസ്സില്ലാതെയുമ കൊണ്ടാ, അല്ലെ? ഒത്തിരി കാര്യങ്ങൾ അറിയാത്തതല്ല പ്രശ്നം, അറിഞ്ഞ സിമ്പിളായ കാര്യത്തെ പോലും അനുസരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കേൾക്കുന്നുണ്ടോ? അനുസരണത്തിന് ഒരു യാഗത്തെക്കാൾ വിലയുണ്ടെന്നല്ലേ വേദം പറയുന്നത്? ഒരു അനുസരണത്തിന് ഒരു വർഷിപ്പിനേക്കാളും വിലയുണ്ടെന്നല്ലേ വേദം പഠിപ്പിക്കുന്നത്? അല്ലെ? അപ്പൊ നമുക്കിപ്പോഴും നമുക്ക് ഏറ്റവും പ്രധാന കാര്യം ഞങ്ങൾക്ക് ഡീപ്പായത് അറിയണം. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, തെറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടും അതിൽ തിരുത്താത്ത ഒരാൾ ഡീപ്പായത് അറിഞ്ഞിട്ട് എന്താ കാര്യം? കേൾക്കുന്നോ? അക്ഷരം പഠിക്കാൻ മനസ്സില്ലാത്തൊരു കൊച്ചിന്റെ മുമ്പില് ആസ്ട്രോഫിസിക്സിന്റെ തത്വം ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന ചോദ്യം. അക്ഷരം പഠിക്കാൻ അടുത്തതിലോട്ട് നമുക്ക് വളരാം. കൊച്ചപ്പോഴും പ്രാർത്ഥിക്കുന്നത് സാറേ ആസ്ട്രോഫിസിക്സ് എടുക്കാനാ, പക്ഷെ അക്ഷരം അറിയലെന്നുള്ളത് കൊച്ചിനെ അറിയാല്ലേ. നമുക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഫെയിലിയേഴ്സിനെ അറിയാം. എന്നിട്ട് അതിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു കർത്താവ്, ഞങ്ങൾക്ക് ഡീപ്പായൊരു തിയോളജി വേണം, ഞങ്ങൾക്ക് ഡീപ്പായൊരു ദൈവവചനം വേണം. പക്ഷെ ഒരു വാക്ക് പറഞ്ഞേ, സിമ്പിളായതിനെയെങ്കിലും അനുസരിക്കാൻ ഞങ്ങളെ കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമേ. സ്തോത്രം. ഇപ്പൊ ഞാൻ പറയാം, നമ്മളൊരു തെറ്റായ ധാർമ്മികവാദി ആവരുത്. മറ്റുള്ളവരെ വിധിച്ച് സ്വയം നശിക്കരുത്. ഈ ക്ലാസ് ഞാൻ നിർത്തുമ്പോൾ ഒരൊറ്റ പേഴ്സണൽ ആപ്ലിക്കേഷൻ പറഞ്ഞു നിർത്തുക. എപ്പോഴും മറ്റുള്ളവരെ വിധിക്കാതിരിക്കാൻ ശ്രമിക്കുക. കേൾവിക്കപ്പുറത്ത് വ്യക്തികളെ സ്വീകരിക്കുക. നിങ്ങൾ കിട്ടുന്ന ഒരു തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അത് റൈറ്റ് ആണെന്ന് വിശ്വസിച്ച് ആരെയും നശിപ്പിക്കാതിരിക്കുക. റൂമേഴ്സ് ആർക്കും പടച്ചുവിടാം, പക്ഷെ റൂമേഴ്സിന് മറ്റുള്ളവർക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്ക് ഒരു പിതൃത്വം ഉണ്ടാവില്ല. സംബഡി ക്രിയേറ്റഡ്, ആരോ സൃഷ്ടിച്ചു, അവർ ഒളിച്ചിരിക്കുക. ഇതിനെ നമ്മൾ ഒരിക്കലും കൊണ്ടുപോകരുത്. നിങ്ങളുടെ സഹോദരനും സഹോദരിയും വിലപ്പെട്ടവരും മാന്യതയുള്ളവരുമാണ്. നിങ്ങളുടെ ഒരൊറ്റ വാക്കുകൊണ്ടുപോലും അവരുടെ മാന്യത നശിപ്പിക്കരുത്. കേൾക്കുന്നുണ്ടോ? ഒത്തിരി നമ്മൾ പഠിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് നിങ്ങളുടെ ഒരു സഹോദരനോ സഹോദരിയോ, നിങ്ങളുടെ അപ്പനോ അമ്മയോ, നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ അപമാനിക്കപ്പെടരുത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ.